മഹാനായ അബൂ ലൈസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ അബൂ ലൈസ് തങ്ങൾ പറയുകയാണ്, 7 കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമോ? 7 വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ സദസ്സിലിരിക്കുന്നവരോട്, ഈ വഅദ് ലൈവായി കേൾക്കുന്നവരോട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന 7 വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതൊന്ന് പഠിക്കാൻ കഴിയുമോ? ഇത് ജീവിതത്തിലൊന്ന് പറയാൻ കഴിയുമോ? ഇത് ജീവിതത്തിൽ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഈ പറയുന്ന 7 വാചകങ്ങൾ ആരെങ്കിലും പഠിക്കുകയും അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുകയും ചെയ്താൽ അബൂ ലൈസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ അവനെ ബഹുമാനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ മലക്കുകളെ ബഹുമാനിക്കുകയാണ്. ഈ പറയുന്ന 7 ദിക്ർ നിനക്കൊന്ന് പഠിക്കാൻ കഴിയുമോ? ഇത് പറയേണ്ട സമയത്ത് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ ബഹുമാനിക്കുകയാ. 2, കടലിന്റെ നിരകളുണ്ടല്ലോ, തിരമാലകൾ അടിച്ചു വരുമ്പോൾ ആ കടലിന്റെ തിരമാലകൾക്കിടയിൽ നൊരയും പതയും ഉണ്ടല്ലോ, അതിന്റെ അളവറിയുമോ? അത് നമുക്ക് എണ്ണാൻ കഴിയുമോ? റസൂലുള്ള പറയുകയാ, കടലിന്റെ തിരമാലകൾ കടലിന്റെ നുരയോളം പാപം ചെയ്താലും ഈ 7 കാര്യങ്ങൾ നീ പഠിച്ചാ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 3-ാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇബാദത്ത് ചെയ്യാനുള്ള ഉത്സാഹമാ. നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ഉത്സാഹമില്ലാതെ പോയി. മടിയാണ് പടച്ചവര്. ഇബാദത്ത് ചെയ്യാൻ മടിയാണ്, പള്ളിയിലേക്ക് നടക്കാൻ മടിയാണ്, ഖുർആൻ ഓതാൻ മടിയാണ്, ദിക്റുകൾ പറയാൻ മടിയാണ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ മടിയാണ്. കുറച്ചു സമയം മൊബൈലിന്റെ മുന്നിലിരുന്ന് നസീഹത്ത് കേൾക്കാൻ നമ്മളിൽ പലർക്കും മടിയാണ്. എങ്കിൽ ഈ 7 വാചകങ്ങൾ പഠിച്ചാ അല്ലാഹു നിന്റെ ഇബാദത്തിന്റെ മാധുര്യം അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ 4-ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? സഹോദരാ, നിന്റെ ജീവിതം സന്തോഷമാ. ഈ ദുനിയാവിലെ ജീവിതമുണ്ടല്ലോ, പണമില്ലെങ്കിലും അധികാരമില്ലെങ്കിലും ആൾബലമില്ലെങ്കിലും മോനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് സമാധാനമുള്ള ജീവിതമുണ്ടല്ലോ. ഇല്ലാത്തത് തന്നെയാണ്. എന്തൊക്കെ ലഭിച്ചിട്ടും സമാധാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാ സഹോദരാ? റസൂലുള്ള പറയുകയാണ്, ഈ 7 വാചകങ്ങൾ കാണാതെ പഠിക്കാൻ കഴിയുമോ? പറയേണ്ട സമയത്ത് പറയാൻ കഴിയുമോ? അല്ലാഹു നിനക്ക് തരുന്ന 4-ാമത്തെ പ്രതിഫലം, നിന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അല്ലാഹു തരികയാ. 5-ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ ലോകത്ത് നിന്ന് പിരിയുന്ന ഒരു സമയമുണ്ടല്ലോ, അസ്റായിലിനെ കണ്ടുമുട്ടുന്ന സമയമുണ്ടല്ലോ, മലക്കുകൾ കൈകാലുകൾ പിടിക്കുന്ന സമയമുണ്ടല്ലോ, മരണത്തിന്റെ വേദന അനുഭവിക്കുന്ന സമയമുണ്ടല്ലോ, നിലവിളിച്ചാൽ ആരും കേൾക്കാത്ത, ആരും സഹായിക്കാനില്ലാത്ത, ആരും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരു സമയമുണ്ടല്ലോ. കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻറാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. കടന്നു പിടയുന്ന സമയമുണ്ടല്ലോ, ആ അവസാന സമയം അല്ലാഹു ഖൈറാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്ക നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാനൊരു 7 ദിക്ർ പറഞ്ഞു തരാം, എന്നിട്ട് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 1-ാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളെ ബഹുമാനിക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷമുള്ള ഒരു ജീവിതം, സമാധാനമുള്ള ഒരു ജീവിതം. നോക്കുമ്പോൾ 2 നില വീട്, 1 കോടി രൂപയുടെ വീട്, കുളിക്കാൻ സ്വിമ്മിംഗ് പൂള്, സഞ്ചരിക്കാൻ ബെൻസ് കാറ്, ജോലി ചെയ്യാൻ 3-4 വേലക്കാരിമാര്, അല്ലേ? സുന്ദരിയായ ഭാര്യ, മക്കളുണ്ട്, ഡ്രൈവറുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിലൊന്നും അല്ല സമാധാനം ഇരിക്കണം. ഓൻ ടെൻഷനില്ല.
ഓന് സമാധാനമില്ല, ടെൻഷനില്ല, ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിൽ അവൻ്റെ ജീവിതം നരകവ, നാശവ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനം വേണോ? സമാധാനം വേണോ? പൈസ ചെലവില്ലാത്തൊരു വഴി പറഞ്ഞു തരട്ടെ. പൈസ ചെലവില്ലാത്തൊരു വഴി പറഞ്ഞു തരട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറഞ്ഞാൽ മതി. 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഹദീസിലുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഏത്? ലാ ഹൗല. ലാ ഹൗല തഴവുസ്താദിന്റെ ബൈത്ത് തന്നെ ഉണ്ടല്ലേ സാർ, ലേഖ്യം ലാ ഹൗല ലേഖ്യം കഴിക്കണമെന്നാ. അപ്പൊ ഈ ലാ ഹൗല എന്ന് പറയുന്ന ദിക്റ് പറഞ്ഞാൽ അത് പറഞ്ഞാൽ പിന്നെ അതിന്റെ പറഞ്ഞു. ഈ ദിക്റ് പറഞ്ഞിട്ടാ ഒരു ചങ്ങാതി ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായത്. ഒരു സഹാബിയുടെ ചരിത്രം തന്നെയുണ്ട്. ഒരു സഹാബിയുടെ ചരിത്രമുണ്ട്. ഈ ദിക്റ് പറഞ്ഞിട്ട് നേരം വെളുത്തപ്പോൾ അംബാനിയായ ഒരു സഹാബിയുടെ ചരിത്രം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഞാൻ അത് പറയണില്ല, അങ്ങോട്ട് പോണില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം 2 സമാധാനമുള്ള ഒരു ജീവിതം അള്ളാഹു തരും. 3 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവൻ അള്ളാഹ് പുറത്തുതരും. അതാ, കടലിൻ്റെ നുരകളോളം നീ ജീവിതത്തിൽ പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹു നിന്റെ പാപം പുറത്തു തരും. ഈ 7 വാചകങ്ങൾ പറയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4ാമത്തെ പ്രതിഫലം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടുത്തെ ഈ ദുനിയാവിൽ ഇബാദത്തിൻ്റെ മാധുര്യം, അതിനൊരു രസമുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു ലഹരി. അതുകൊണ്ടാണ് ഈ മഹാന്മാരൊക്കെ, ഒരു മഹാൻ മരിക്കുന്ന സമയത്ത് കരയുക. ഇപ്പൊ ചോദിച്ചാൽ എന്തിനാ കരയണേ? മരിക്കാനുള്ള പേടിയുണ്ടാ? അല്ല. മരിക്കാനുള്ള പേടി കൊണ്ടാണോ നിങ്ങൾ കരയണ? അല്ല. നിസ്കരിക്കുമ്പോ കിട്ടിയിരുന്നൊരു സുഖമുണ്ടല്ലോ, ഇനി അത് കിട്ടില്ല. മഹാനായ ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ സഹാബിയ. അവിടെ നിന്ന് ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയിട്ട് തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി തൂക്കുമരത്തിൽ കയറ്റി നിർത്തിയിരിക്കുക. താഴെ നിൽക്കുന്നത് മുഴുവനും ഹുബൈബിന്റെ ചങ്ങാതിമാരാ, കൂട്ടുകാരാ, കൂടെ നടന്നവരാ. അവര് ചോദിച്ചു, എടാ ഹുബൈബ്, ചെറിയ പ്രായവാടാ, പെണ്ണുപോലും കെട്ടിയിട്ടില്ലടാ, ചാവണോ? നീ ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ, ചെറിയ പ്രായക്കാരനാണ്, ഈ സമയത്ത് നിനക്ക് മരിക്കണോ ഹുബൈബ്? മുഹമ്മദിനിടെ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞിട്ട് നീ വാടാ ഹുബൈബ്, വാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. അവർ ചോദിച്ചു, എങ്കിൽ മുഹമ്മദിനെ ഒരു ചീത്ത വിളിച്ചാൽ മതി, മോശമായിട്ടൊരു വാക്ക് പറഞ്ഞാൽ മതി, ഇവിടെ വെറുതെ വിട്ടേക്കാം. ഹുബൈബ് തങ്ങൾ തയ്യാറായില്ല. അവസാനം കൊല്ലുന്നതിന് മുമ്പ് ചോദിച്ചു, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടോന്ന്? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള അവസരം തന്നാൽ മതി. അവസാനത്തെ ആഗ്രഹം 2 റക്അത്ത് നിസ്കരിക്കണം. ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹുവിന് അവിടെ നിന്ന് ശത്രുക്കൾ അനുവാദം കൊടുത്തപ്പോൾ കഴുകുമരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് പടച്ചവനെ അവിടെ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. 2 ചെറിയ സൂറത്തുകളാണ് ഓതിയത്. പെട്ടെന്ന് അവിടെ നിന്ന് നമസ്കാരം പൂർത്തീകരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടക്കുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറയുന്നു, നാഥാ, പടച്ചവനെ, എപ്പ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നിസ്കരിക്കാറ്. റബ്ബേ, ഇന്ന് ചെറുത് ഓതിയിട്ട് എളുപ്പം നിസ്കരിച്ചത്. അല്ലാഹുവേ, എനിക്ക് പടച്ചവനെ ആഗ്രഹമില്ല എന്നിട്ടല്ല, വലിയ സൂറത്തുകൾ ഓതിയിട്ട് നമസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചുരുക്കാൻ കാരണം എന്തെന്നറിയുമോ? എന്റെ നമസ്കാരം നീണ്ടുപോയാ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എന്റെ നിസ്കാരം നീണ്ടുപോയ ഇവന്മാര് വിചാരിക്കും പേടിച്ചിട്ട് കിടന്ന് ഇബാദത്ത് ചെയ്യുന്നെന്ന്. അല്ല, എനിക്ക് പേടിയില്ല. അല്ലാ, പടച്ചോനെ, നിസ്കരിക്കുമ്പോൾ വലിയ വലിയ സൂറത്തുകൾ ഓതി അതിന്റെ അനുഭൂതി, അല്ലാഹ് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഒരു രംഗം, അല്ലാഹുവേ, ഇനി ഇതില്ലല്ലോ. ആ ഓർത്തിട്ട മഹാനവറുകൾ കരഞ്ഞത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് കുൽഹു അല്ലാഹ് ഇന്നാ അഅ്തൈന എല്ലാ ദിവസവും ഓതിയ അത് തന്നെ മതി. അൽഹംദുലില്ലാ. മുസമ്മിൽ ഉസ്താദൊക്കെ വലുത് ഓതുമ്പോൾ ചിലർക്കൊക്കെ ചുമ വരുന്ന അവസ്ഥ. നമ്മൾ പുറകിൽ നിന്ന് ചുമയ്ക്കുക, ചങ്ങാതി എന്തപ്പ വല്ല വല്ലുഹൊക്കെ ഓതിക്കൂടെ എന്ന്. ഇതാ അവസ്ഥ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഇവിടുത്തെ കാര്യമില്ലപ്പാ, ഉദാഹരണം പറയും, മുസമ്മിലിനല്ലേ പറയാൻ പറ്റും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പല പള്ളികളിലും ചുമകളൊക്കെ കേൾക്കാം ഉസ്താദന്മാര്. പിന്നെ ആഗ്രഹിക്കും സുബഹിക്ക് വലിയ സൂറത്ത് ഓതിയാൽ മതി, കാരണം ഉറങ്ങാൻ നിന്ന് സുഖമായിട്ട്, അല്ലേ? സുബഹിക്ക് വലിയ സൂറത്ത്. ഉസ്താദ് വെള്ളിയാഴ്ച ദിവസമൊക്കെ സജദയാവും ഓതണേ, പഠിച്ചതെന്ന് കണ്ടു നോക്കണം. ഉസ്താദ് ഈ സജദൊക്കെ ഓതിയിട്ട് സഹവിന്റെ സുജൂദ് കൊണ്ട് ചെയ്യാൻ പോവാ, പല പറയത്തില്ല, റുക്കോയിൽ തന്നെ നിൽക്കുക. നേരെ പോയിട്ട് എഴുന്നേറ്റ് ഇത് ഏത് നിസ്കാരം ഒന്ന് ചിന്തിക്കുന്നവരുണ്ട്.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ ഈ പറഞ്ഞ 7 ദിക്റുകൾ പറഞ്ഞാൽ ഇബാദത്തിന്റെ മാധുര്യം അള്ളാഹു നമുക്ക് രുചിക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവൻ രക്ഷപ്പെടും. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഒരു ഹൈറായ മരണം അതല്ലേ വേണ്ടേ? എവിടെയെങ്കിലും കിടന്ന് എത്താൻ മതിയോ? എവിടെയെങ്കിലും കിടന്ന് എത്താൻ മതിയോ? ഇല്ല ഉസ്താദെ, തഴമ്പുണ്ട്, താടിയുണ്ട്, പള്ളിയിലെ ഉസ്താദാണ്, പള്ളിയുടെ പ്രസിഡന്റാണ്, പ്രഭാഷകനാണ്, ഹാഫിളാണ്, ആലിമാണ്, കഴിയും എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ ഖുർആൻ വായിച്ചു നോക്കിയാൽ മതി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെക്കാളും വലിയ കൊലകൊമ്പനായിരുന്നു ആര്? ഇബ്ലീസ്. എന്ത് പറ്റി? ജിബ്രീൽ അലൈഹിസ്സലാം പാതിരാത്രി റസൂലുള്ളാഹി തങ്ങൾ നോക്കുമ്പോൾ ഒരു കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പോയി നോക്കുമ്പോ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് കരയാ. പടച്ചോനെ, നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. അവിടെ നിന്ന് ഇങ്ങനെ കരയാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എത്ര ജിബ്രീലെ, നീ എന്തിനാ കരയണ? നീയല്ല ഈ മലക്കുകൾ വഹിയായിട്ട് വരുന്ന ചങ്ങാതി. എല്ലാ പ്രവാചകന്മാർക്കും വഹിയുമായിട്ട് കടന്നു വരുന്ന നീയല്ലേ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? അപ്പോഴാ ചോദിച്ചത്, ഞങ്ങളുടെ ഉസ്താദായി ഇബ്ലീസ്. ഓന്റെ ഗതി എന്താന്ന് കണ്ടില്ലേ? ഞങ്ങളുടെയൊക്കെ ഉസ്താദായിരുന്നു അസാസിൽ. അവന്റെ അവസ്ഥ കണ്ടില്ലേ? പിന്നെ എങ്ങനെ എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 7 വാചകങ്ങൾ പറഞ്ഞു തരാം, പഠിച്ചോ. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. പോരാ, 1, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത്? അപ്പൊ കാണാതെ പഠിക്കേണ്ട 7 വാചകത്തിൽ 1-ാമത്തെ വാചകം ഏതാ? ഇതെപ്പോഴാ ഉപയോഗിക്കണ്ടേ? സ്കരിക്കുമ്പോഴാ. പിന്നെ ഏത് നല്ല കാര്യം ചെയ്യാം, ഏത് കാര്യം ചെയ്യുമ്പോഴല്ല. അപ്പോൾ കള്ളു കുടിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് പഠിക്കുന്നവരുണ്ടല്ലോ, അതല്ലപ്പാ പറക്കത്തില്ലേ. പണ്ട് ആരോ ഒരാൾ പറയുന്നുണ്ട്, കള്ള് ഷാപ്പിൽ പോയിരുന്നിട്ട് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴാണ് ഞണ്ടിൻ്റെ ഇറച്ചി ഞണ്ട് കൊണ്ടുവച്ചോ, ഇതങ്ങ് കറാഹത്താണ്. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞണ്ടോ അതുപോലെ തന്നെ മറ്റേ കക്കയോ എന്തോ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഓൻ പറയും, ഇത് വേണ്ട, കറാഹത്താണ് നിങ്ങൾക്ക്. അപ്പൊ കുടിക്കണത് എന്താ? അതുപോലെ അങ്ങനല്ല, എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഈ 1-ാമത്തെ കാര്യം എന്താ? 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2-ാമത്തെ കാര്യം, എന്ത് കാര്യത്തിൽ നിന്ന്, നല്ല കാര്യങ്ങളിൽ നിന്ന് വിരമിച്ചാൽ എന്ത് പറയണം? അൽഹംദുലില്ലാ. എന്ത് പറയണം? അൽഹംദുലില്ലാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 3-ാമത്തെ കാര്യം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അനാവശ്യ സംസാരം കേൾക്കുകയാണെങ്കിൽ എന്തു പറയണം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്തു പറയണം? മോശമായ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ഒരു മോശമായ കാര്യം കേൾക്കുക, അസ്തഗ്ഫിറുല്ലാ. അല്ലേ? തെറ്റുകൾ കാണുമ്പോൾ, ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ, ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയുമ്പോൾ നമ്മൾ അസ്തഗ്ഫിറുല്ലാ. അപ്പൊ 3-ാമതായി പഠിക്കേണ്ട വാചകം അസ്തഗ്ഫിറുല്ലാ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പറചങ്ങായിമാരെ, 4, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4-ാമത്തെ കാര്യം, പിന്നീട് ഒരു കാര്യം ചെയ്യാം, നാളെ കാണാം, നാളെ തരാം, നാളെ പറയാം, നാളെ വരാം. അപ്പൊ എന്തു പറയണം? അല്ലാതെ നാളെ വരാന്നാണോ പറയണ്ടേ? അല്ല, നാളത്തേക്ക് ഒരു ഇൻഷാ അല്ലാഹ് പറയാത്തതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം തന്നെയുണ്ട്. ഒരു ഇൻഷാ അല്ലാഹ് പറയാനൊരവസരത്തിൽ മുത്തുനബി വിട്ടുപോയപ്പോൾ വഹി വരെ കുറെ നാൾ നിന്നുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്ന ഒരു വാക്കിന് വലിയ വിലയാ, വലിയ മഹത്വ. ചില സമയങ്ങളിൽ അതൊന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷയേ ഉള്ളൂ. അത് പറയാതെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം പിന്നെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് പറയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5-ാമത്തെ കാര്യം, വെറുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ, അല്ലാഹുവേ, കള്ളു കുടിക്കുന്നു, വ്യഭിചരിക്കുന്നു, പരസ്യമായി പലിശ കൊടുക്കുന്നു, വൃത്തികേടുകൾ, മോശമായ വൃത്തികെട്ട കാര്യങ്ങൾ കാണുമ്പോൾ നീ അവിടെ നിന്ന് പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നീ കാവൽ ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, നീ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണം. പരസ്യമായിരുന്ന മുസ്ലിമീങ്ങൾ കള്ളു കുടിക്കുകയാണ്, അല്ലെങ്കിൽ വ്യഭിചരിക്കുകയാണ്. പടച്ചവനെ, മുസ്ലിം താടിയുള്ള ഹാജിയാര് തന്നെ പലിശയ്ക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോ ലാ ഹൗല വലാ ഖുവത
ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് നീ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആറാമത്തെ കാര്യമെന്താ? പടച്ചവനെ മുസീബത്തുണ്ടായാൽ, എന്തെങ്കിലും മരണം കേട്ടാൽ, അപകടങ്ങൾ കേട്ടാൽ, ദുരന്തങ്ങൾ കേട്ടാൽ, ദുഃഖവാർത്തകൾ കേട്ടാൽ, എന്തിന് കരണ്ട് പോയാൽ, ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് കരണ്ട് പോയാ, വീട്ടിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കും നനഞ്ഞു പോയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണേ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നമ്മളിതാകെ പറയണത് എപ്പോഴാ? മരണം. പള്ളിയിൽ നിന്ന് കേൾക്കാം ഇന്നാലില്ല, ആരോ തീർന്നു, അത്ര തന്നെ. നമുക്കാകെ എങ്കിൽ കത്തിച്ചു വെച്ചിരുന്ന വിളക്കണഞ്ഞ, എന്റെ വീട്ടിൽ വെച്ചിരുന്ന ഒരു ഗ്ലാസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ഉസ്താദിന്റെ വീട്ടിൽ ചായ കൊണ്ടുവച്ച ഗ്ലാസ് ഒന്ന് താഴെ വീണപ്പോ പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളോ? അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മുസീബത്തല്ലേ ഒരു ഗ്ലാസ് താഴെ വീണ്, കയ്യിലിരുന്ന ഫോൺ താഴെ വന്ന് വീണ്, മുസീബത്തല്ലേ? എന്തൊരു വിപത്തുണ്ടായി അപ്പ പറയണം ഇന്നാ ലില്ലാഹ്. ഏഴാമതായിട്ട് അവിടെ നിന്ന് പറയുകയാണ് അക്സിറൂ ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ നീ പഠിക്കണേ, അധികമായിട്ട് പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ 7 വാചകങ്ങൾ മറക്കരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ഇൻഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട്, അല്ലാഹു തന്ന നാവ് ദിക്ർ പറയുന്ന നാമാണോ? ദിക്ർ പറയുന്ന നാമാണോ? നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പരിശുദ്ധമായ ഖുർആൻ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 63 വർഷക്കാലം മക്കയിലും മദീനയിലുമായി ജീവിച്ച മുത്തുനബി ഉണ്ടല്ലോ. മുത്തുനബിയുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തുമായി ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. ഈ സൂറത്ത് വന്ന് ഓതി കൊടുക്കുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ. മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞു പോയി, താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകിപ്പോയി. ചരിത്രം പറയുകയാ, പിന്നീട് പ്രവാചകന് 2 or 3 പ്രാവശ്യം മാത്രമേ, ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം 2 or 3 പ്രാവശ്യം മാത്രമേ പിന്നെ പ്രവാചകൻ മരിക്കുവോളം ചിരിച്ചിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ നിന്ന് ചരിത്രം പറയുന്ന 2 or 3 പ്രാവശ്യം അത്രേ ചിരിച്ചിട്ടുള്ളൂ. ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം പിന്നെ പ്രവാചകൻ അമിതമല്ല, പ്രവാചകന്റെ പുഞ്ചിരിയല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.